ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കൊച്ചുകുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രാഞ്ജലി കലോത്സവത്തിന്റെ 32ാം വാർഷികം ബാലപീഡനത്തിനെതിരെയുള്ള ബോധവൽക്കരണം കൂടിയായിരുന്നു. കുട്ടികളുടെ അവകാശ സംരക്ഷണ പ്രതിജ്ഞയോടെയായിരുന്നു ചടങ്ങിന് തുടക്കമായത്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ചക്കിട്ടപ്പാറ ഇരുമ്പയർ ഖനനം സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി സോഷ്യലിസ്റ്റ് യുവജനതയുടെ കലക്ടറേറ്റ് ധർണ. എംഎൽഎ കെ ലതികയുടെ ജയിൽ സന്ദർശനം വിവാദത്തിലേക്ക്. സന്ദർശനത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ജയിൽ അധികൃതർ. കുരുന്നുകളുടെ പ്രതിഭ തെളിയിക്കാനായി നഴ്സറി കലോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. മാറ്റുരയ്ക്കുന്നത് 2000 കുരുന്നുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ചക്കിട്ടപ്പാറ ഇരുമ്പയർ ഖനനാനുമതി സിബിഐ അന്വേഷിക്കുക, ക്വാറി തട്ടിപ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് യുവജനതയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. കലക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ സോഷ്യലിസ്റ്റ് ജനത സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് യുവജനതയുടെ ആഭിമുഖ്യത്തിൽ അഴിമതി വിരുദ്ധ ദിനമായ ഡിസംബർ 9-ന് കലക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ചക്കിട്ടപ്പാറ ഇരുമ്പയർ ഖനനാനുമതി സിബിഐ അന്വേഷിക്കുക, കോറി തട്ടിപ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്. ധർണ സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ ഉദ്ഘാടനം ചെയ്തു. ചക്കിട്ടപ്പാറ അഴിമതിയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങളല്ല ലഭിക്കുന്നതെന്നും ആരോപണം പുറത്തുവന്നപ്പോൾ എളമരം കരീം മണിക്കൂറുകളോളം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 1000ഓളം ആളുകൾക്ക് ചക്കിട്ടപ്പാറ പ്രദേശത്ത് തൊഴിൽ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കുദ്രേമുഖ് അയൺ ഓർ ലിമിറ്റഡിനെ മറികടന്നുകൊണ്ട് കർണാടകയിലെ ഖനനത്തിന് കുപ്രസിദ്ധിയാർജിച്ച അവിടെയുള്ള ഗവൺമെന്റുകളെ കൈവെള്ളയിലെടുത്ത് അമ്മാനമാടുന്ന അവിടെ ജഗദീഷ് ഷെട്ടാറിന്റെ ഗവൺമെന്റ് ആയാലും അവിടുത്തെ സദാനന്ദ ഗൌഡ ഗവൺമെന്റ് ആയാലും അതിനു മുമ്പ് യെദിയൂരപ്പയുടെ ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റുകളെ നയിച്ചതും ഭരിച്ചതും കർണാടകയുടെ നിഴൽ മുഖ്യമന്ത്രിയായി നടന്നത് MSPL കമ്പനിയുടെ ഉടമകളാണ്. ധർണയിൽ മനയത്ത് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സോഷ്യലിസ്റ്റ് ജനതാ ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ കുയ്യാണ്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അംഗത്തിൽ അജയ്കുമാർ, മണ്ഡലം പ്രസിഡന്റ് ജയൻ വെസ്റ്റ് ഹിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം മനീഷ് കുളങ്ങര, സോഷ്യലിസ്റ്റ് യുവജനതാ സംസ്ഥാന സെക്രട്ടറി സജിത്, മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് ജീജ ദാസ് എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലെ ടിപ്പർ വാഹനങ്ങൾ ഡിസംബർ 15 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് ടിപ്പർ ലോറി എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ധിക്കാരപരമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. കോഴിക്കോട് ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ടിപ്പർ വാഹനങ്ങളും എക്സ്കവേറ്റർ വാഹനങ്ങളും മെറ്റീരിയൽ കൊണ്ടുപോകുന്ന മറ്റു വാഹനങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് ദ്രോഹിക്കുന്ന റവന്യൂ, പോലീസ്, RTO അധികാരികളുടെ ധിക്കാരപരമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിസംബർ 15 മുതൽ പണിമുടക്കുന്നത്. നാളിതുവരെ യാതൊരുവിധ ഇടപെടലുകളും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്തുനിന്നോ ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. വാഹനങ്ങളുമായി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനാൽ ഡിസംബർ 15-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിനാണ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം മാറ്റങ്ങൾ സ്വസ്ഥമായി ഞങ്ങളുടെ ജോലി ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഭരണകൂടത്തോട് അറിയിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ഡിസംബർ 15 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിചയം നടിച്ച് വൃദ്ധയുടെ കയ്യിൽ നിന്നും മാല തട്ടിയെടുത്തതായി പരാതി. കൊയിലാണ്ടി മുണ്ടോത്ത് സ്വദേശി പുനത്തിൽക്കണ്ടി ചിരിതക്കുട്ടിയാണ് പോലീസിൽ പരാതി നൽകിയത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു 65 വയസ്സുകാരിയായ ചിരിതക്കുട്ടി. കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. കാൽവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ ചിരിതയോട് രക്തം പരിശോധിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു.
ഈ സമയത്താണ് സുമാർ 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന തട്ടിപ്പുകാരൻ സഹായി എന്ന മട്ടിൽ കൂടെ കൂടിയതെന്ന് ചിരിതക്കുട്ടി പറയുന്നു. വീടും മക്കളെയും മറ്റും അറിയാമെന്ന് പറഞ്ഞതോടെ സ്ത്രീ ഇയാളെ വിശ്വസിച്ചു. വീട് നന്നാക്കാൻ വേണ്ടി പൊളിച്ചിട്ട കാര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റും ഇതിനിടെ സ്ത്രീ ഇയാളോട് പറഞ്ഞു. എങ്കിൽ ബാങ്കിൽ നിന്ന് വായ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് യുവാവ് സ്ത്രീയെ കൊയിലാണ്ടി SBI ശാഖയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ലോൺ പേപ്പർ എന്ന പേരിൽ ഒരു ബില്ലിന് മുകളിൽ ഒപ്പിടുവിച്ചു. ശേഷം ജാമ്യത്തിനെന്ന പേരിൽ 1.25 പവൻ വരുന്ന മാല അഴിച്ചു വാങ്ങി ഇയാൾ മുങ്ങുകയായിരുന്നെന്നും ചിരിതക്കുട്ടിയുടെ പരാതിയിൽ പറയുന്നു. തട്ടിപ്പുകാരനെ സംബന്ധിച്ച് കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുരുന്നുകൾ മാറ്റുരയ്ക്കുന്ന കലാമത്സരങ്ങൾക്ക് കോഴിക്കോട് തുടക്കമായി. 32ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവത്തിനാണ് ടാഗോർ സെന്റിനറി ഹാൾ വേദിയാവുന്നത്. കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിലെ വ്യക്തിഗത ചാമ്പ്യനായ ബേബി ശിവാനി കിഷോർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 32ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവത്തിന് ടാഗോർ സെന്റിനറി ഹാളിൽ തുടക്കമായി. ഗീതാഞ്ജലി, പുഷ്പാഞ്ജലി, രാഗാഞ്ജലി, വർണ്ണാഞ്ജലി എന്നീ 4 വേദികളിലാണ് കൊച്ചുകൂട്ടുകാരുടെ കലാമത്സരങ്ങൾ അരങ്ങേറുന്നത്. സംസ്ഥാനത്തിലെ 210 സ്കൂളുകളിൽ നിന്നും 2000-ഓളം കലാകാരന്മാരും കലാകാരികളുമാണ് 16 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ടാഗോർ ഹാളിൽ നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം 2012 കലോത്സവത്തിലെ വ്യക്തിഗത ചാമ്പ്യനായ ബേബി ശിവാനി കിഷോർ നിർവഹിച്ചു. അഖില കേരള നഴ്സറി കലോത്സവത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് ബേബി ശിവാനി കിഷോറിന്റെ ഉദ്ഘാടന പ്രസംഗമായിരുന്നു. സ്ഥിരം ഉദ്ഘാടന വേദികളിൽ നിന്നും കാണികളെ മടുപ്പിക്കുന്ന പ്രസംഗമല്ലായിരുന്നു അത്. കളങ്കമില്ലാത്ത നാവുകളിൽ നിന്നും ഉയർന്നത് കലോത്സവത്തിലെ കൊച്ചുമിടുക്കുകൾക്കും മിടുക്കന്മാർക്കുമുള്ള ആശംസകൾ മാത്രം. കോഴിക്കോട് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് ശിവാനി കിഷോർ. 2012 കലോത്സവത്തിൽ വ്യക്തിഗത ചാമ്പ്യനും കൂടിയായിരുന്നു ഈ കൊച്ചുമിടുക്കി. ഞാൻ ചിത്രാഞ്ജലിയോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് കിട്ടിയതുപോലെ ഇവിടുത്തെ പ്രോത്സാഹനങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ചിത്രാഞ്ജലിയുടെ 32ാമത്തെ കലോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചടങ്ങിൽ ഫിയാഫ് വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ചിത്രാഞ്ജലി പ്രസിഡന്റ് KN നൌഷാദ്, അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, കൌൺസിലർ K ശ്രീകുമാർ, ഡോക്ടർ TP അഷ്റഫ്, അശ്വതി ശ്രീനാഥ്, ചിത്രാഞ്ജലി ജനറൽ സെക്രട്ടറി K ത്രിദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. ബാലപീഡനത്തിനെതിരെ മേയർ AK പ്രേമചന്ദ് കുട്ടികൾക്കായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചും നമ്മുടെ രാജ്യവും അംഗീകരിച്ചും ഇന്ത്യൻ ഭരണഘടനയും സുപ്രീം കോടതിയും വിഭാവനം ചെയ്തും നിലവിലിരിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് എല്ലാ പൌരന്മാരുടെയും കടമയും ബാധ്യതയും. കൊച്ചുകുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും നഴ്സറി കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് നടക്കുന്ന കലോത്സവത്തിന് ടാഗോർ സെന്റിനറി ഹാൾ വേദിയാകുമ്പോൾ മാറ്റുരയ്ക്കുന്നത് 2000-ഓളം കുരുന്നുകളാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നഴ്സറി കലോത്സവത്തിനാണ് കോഴിക്കോട് നഗരം വേദിയാവുന്നത്. ടാഗോർ സെന്റിനറി ഹാളിലെ 4 വേദികളിലാണ് കൊച്ചുകൂട്ടുകാരുടെ കലാമത്സരങ്ങൾ അരങ്ങേറുന്നത്. സംസ്ഥാനത്തിലെ കൊച്ചുകുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന മത്സരത്തിന്റെ 32ാം വാർഷികം എന്ന പ്രത്യേകതയും ഈ കലോത്സവത്തിനുണ്ട്. സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 2000-ഓളം കുരുന്നുകളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. സംഘനൃത്തം, കഥ പറയൽ, ആംഗ്യപ്പാട്ട്, സംഘഗാനം, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പന, പ്രച്ഛന്നവേഷം, ഏകാഭിനയം തുടങ്ങിയ നിരവധി മത്സര ഇനങ്ങളിലാണ് കുട്ടികളുടെ കലാപ്രകടനങ്ങൾ നടക്കുന്നത്. കലോത്സവത്തിന്റെ ഉദ്ഘാടന ദിവസം നാളത്തെ നല്ല പൌരന്മാരാകേണ്ട കുട്ടികളെ വിവിധ മാനസിക ശാരീരിക പീഡനങ്ങളിൽ നിന്നും മോചിപ്പിക്കുമെന്നുള്ള പ്രതിജ്ഞ കലോത്സവ വേദിയിൽ എടുത്തത് ഈ വർഷത്തെ കലോത്സവത്തിന്റെ പ്രസക്തി 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
നിരവധി ചരിത്ര നിമിഷങ്ങൾ സാക്ഷ്യം വഹിച്ച ടാഗോർ ഹാൾ ചിത്രാഞ്ജലി നഴ്സറി കലോത്സവത്തിന് വേദിയാകുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു പിടി പനിനീർ പൂക്കളാണ് ഇവിടെ ഇതൾ വിരിയുന്നത്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻഡ് ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. 34ാമത്തെ സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 2013. സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഉയർന്ന പലിശ, മുതിർന്ന പൌരന്മാർക്ക് 0.5% അധിക പലിശ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, സർവീസ് റൂറൽ സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കുകൾ, അർബൻ എംപ്ലോയീസ്, വനിതാ, ഫാർമേഴ്സ്, ഹൌസിംഗ് സഹകരണ സംഘങ്ങളിലും ഉയർന്ന പലിശ ലഭിക്കുന്നു. മികച്ച ആദായം നേടാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന പലിശ. ഈ ആനുകൂല്യം 2013 ഡിസംബർ 31 വരെ മാത്രം. വാർത്തകൾ തുടരുന്നു. വിദ്യാഭ്യാസ വായ്പ എടുത്തവർക്കെതിരെ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിയമ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് എഡ്യൂക്കേഷൻ ലോണേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ. വായ്പയുടെ പലിശ സർക്കാർ നൽകുമെന്ന വാഗ്ദാനം ഇതുവരെ നടപ്പായില്ലെന്നും അവർ പറഞ്ഞു. വിദ്യാഭ്യാസ വായ്പയുടെ പലിശ സർക്കാർ വഹിക്കുന്നതുകൊണ്ടാണ് സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർ വിദ്യാഭ്യാസ വായ്പയെടുക്കുന്നത്. നിലവിൽ 2009 ശേഷമുള്ള വായ്പകളുടെ പഠനകാലത്തെ പലിശ സർക്കാർ നൽകുന്നുണ്ട്. 2009 വരെയുള്ള പലിശ കേരള സർക്കാർ വഹിക്കുമെന്ന് 2012 ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. പ്രഖ്യാപനം ഇതുവരെ നടപ്പിലായിട്ടില്ല. പലിശ സർക്കാർ ബാങ്കുകൾക്ക് നൽകാത്തതുകൊണ്ട് വായ്പയെടുത്തവരുടെ അക്കൌണ്ടിൽ പലിശയും പിഴപ്പലിശയും മറ്റ് ചാർജുകളും ചേർത്ത് ഭീമമായ തുകയാണ് ബാങ്കുകൾ കണക്കുകൂട്ടി വച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാതെ വിദ്യാഭ്യാസ വായ്പയെടുത്ത് കടക്കണിയിലകപ്പെട്ട ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കണക്കിലെടുക്കണം. വിദ്യാഭ്യാസ വായ്പ എടുത്തവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി എഡ്യൂക്കേഷൻ ലോണേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ 11/12/2013 കോഴിക്കോട് ചെറുട്ട് റോഡിലെ ഗാന്ധിഗൃഹത്തിൽ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടി നടത്തുന്ന കൺവെൻഷനിൽ വിദ്യാഭ്യാസ വായ്പ എടുത്തവർ പങ്കെടുക്കണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു. താൽപര്യമുള്ളവർ 9388636051 എന്ന നമ്പറുമായി ബന്ധപ്പെടണം. കോഴിക്കോട് ജില്ലാ ജയിലിൽ കഴിയുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മോഹനൻ മാസ്റ്ററെ ഭാര്യയും MLAയുമായ KK ലതിക സന്ദർശിച്ചത് വിവാദമാകുന്നു. ജയിലിലെ സുരക്ഷാ ക്രമീകരണമില്ലാത്ത മുറിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് ആരോപണം. ജില്ലാ ജയിലിൽ പരിശോധന തുടരുന്നു. കഴിഞ്ഞ 2-നാണ് കുറ്റ്യാടി MLA KK ലതിക ഭർത്താവും TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുമായ P. മോഹനൻ മാസ്റ്ററെ ജില്ലാ ജയിലിൽ സന്ദർശിച്ചത്. ജയിലിലെ സുരക്ഷാ ക്യാമറകളില്ലാത്ത മുറിയിലായിരുന്നു കൂടിക്കാഴ്ച. കേസിലെ പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന വാർത്ത പുറത്തുവന്ന് അധികം വൈകാതെയായിരുന്നു MLAയുടെ ജയിൽ സന്ദർശനം. P. മോഹനന് വസ്ത്രം നൽകാനെന്ന പേരിലായിരുന്നു സന്ദർശനം. ഇതിനുശേഷമാണ് ജയിലധികൃതർ മൊബൈൽ ഫോണുകൾക്കായി പരിശോധന നടത്തിയത്. എന്നാൽ യാതൊന്നും കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം നടന്ന തിരച്ചിലിൽ സെപ്റ്റിക് ടാങ്കിലേക്കുള്ള പൈപ്പിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ ലഭിച്ചതല്ലാതെ മറ്റ് യാതൊന്നും ലഭിച്ചിരുന്നില്ല.
മൊബൈൽ ഫോൺ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടാകാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ്. വാർത്തകൾ പുറത്തുവന്ന ഉടൻ തന്നെ പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ നിശബ്ദമായി. പരിശോധന കൂടുതൽ വ്യാപകമാക്കാനുള്ള തീരുമാനത്തിലാണ് ജയിലധികൃതർ. പ്രതികളെ പാർപ്പിക്കുന്ന സെല്ലുകളിലാണ് വിശദമായ തിരച്ചിൽ നടത്തുന്നത്. ഇതിനിടെ കെ ലതികയുടെ ജയിൽ സന്ദർശനത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ജയിൽ DGP പറഞ്ഞു. പോലീസും ഡോഗ് സ്ക്വാഡും അടങ്ങിയ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ നില അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്. അഹങ്കാരത്തിന്റെ മൂർത്തീഭാവമായി മാറിയിരിക്കുന്നു കോൺഗ്രസുകാർ രക്ഷപ്പെടണമെന്നാണ് തന്റെ ആഗ്രഹം. പ്രവാസികൾക്കായി നമ്മുടെ മന്ത്രിമാർ ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറിയിരിക്കുകയല്ലേ. ഒരു മതേതര സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് ഇന്ത്യയിൽ നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദേവഗിരി ആശാകിരൺ സ്കൂൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ജില്ലാ കളക്ടർ C. ലത ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ മെന്റലി ചലഞ്ചഡിന്റെ സഹായത്തോടെ ദേവഗിരി ആശാകിരൺ സ്കൂൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ചും പരിശീലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് വിദഗ്ധർ ക്ലാസുകൾ എടുത്തത്. പൂർണ്ണമായി അവരെ യോജിപ്പിക്കുക, അവരെ ഒന്നിച്ചു നിർത്തുക, സ്ഥാപനം മികവുറ്റതാക്കുക, വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും അതുകൊണ്ട് ഉപകാരമുണ്ടാക്കുക. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ജില്ലാ കളക്ടർ C. ലത ഉദ്ഘാടനം ചെയ്തു. സെന്റ് തോമസ് പ്രൊവിൻസ് CMI പ്രൊവിൻഷ്യൽ റവറന്റ് ഫാദർ ജോൺ പനന്തോട്ടം അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം SIMC പ്രിൻസിപ്പൽ ഡോക്ടർ MK ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജോർജ് ഏഴാനിക്കാട്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV അരവിന്ദാക്ഷൻ, പ്രൊഫസർ കോയട്ടി, M. മൻസൂർ എന്നിവർ സംബന്ധിച്ചു. സുശീല കുര്യച്ചൻ, സ്പീച്ച് തെറാപ്പിസ്റ്റ് ജുഷ്ന T, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ CV ബാലകൃഷ്ണൻ നമ്പ്യാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിനയൻ മാനുവൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പോരാട്ടത്തിൽ BJP വിജയഭേരി മുഴക്കി. 15 വർഷമായി കോൺഗ്രസിന്റെ കുത്തക തകർത്ത് ഡൽഹിയിലും BJP കരുത്ത് തെളിയിച്ചു. കോഴിക്കോട് ജില്ലയിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. 15 വർഷത്തിനുശേഷം രാജ്യതലസ്ഥാനത്തും ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് 3 സംസ്ഥാനങ്ങളിലുമടക്കം നേടിയ മുന്നേറ്റത്തിന്റെ ആഹ്ലാദം കേരളക്കരയിലും അലതല്ലി. കോഴിക്കോട് നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി. മികച്ച ഭൂരിപക്ഷമായിരുന്നു മിക്ക സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നത്. ആദ്യ സെമിയിലെ വിജയം ഫൈനലിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. കേന്ദ്രത്തിലെ കോൺഗ്രസ് ഭരണത്തിലുള്ള മറുപടിയാണ് ഈ വിജയമെന്ന് പ്രമുഖ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നഗരത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, പ്രശോഭ് കോട്ടുളി, സുജീഷ് പുതുക്കുടി, പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. ബേപ്പൂരിൽ മീഞ്ചന്തിയിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. BJP ബേപ്പൂർ മേഖലാ പ്രസിഡന്റ് സതീഷ് നെല്ലിക്കോട്, ഹരിക്കാർ മേഖലാ പ്രസിഡന്റ് KS മിജിത്ത്, മുരളി K, പ്രബീഷ്, ഷാജീവൻ, ശ്രീധർമ്മൻ, രജീഷ് തറയിൽ എന്നിവർ നേതൃത്വം നൽകി. നഗരജീവിതത്തിന്റെ പരിച്ഛേദമായി ഷിനോജ് ചോറിന്റെ മെട്രോ സ്ട്രോയ്ക്ക പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ 30ഓളം ചിത്രങ്ങളാണുള്ളത്. ഡിസംബർ 8 ആരംഭിച്ച പ്രദർശനം 14 സമാപിക്കും. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പറിച്ചെറിയുന്നവരുടെ ജീവിതത്തെയും ആഗോളവൽക്കരണത്തിന്റെ ദുരന്ത ഫലത്തെയും പ്രമേയമാക്കിയാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഷിനോജ് ചോറിന്റെ ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുടെ ആത്മസംഘർഷമാണ് മെട്രോ സ്ട്രോക്ക എന്ന പേരിട്ട ചിത്രപ്രദർശനത്തിലൂടെ ഷിനോജ് കാഴ്ചക്കാരിൽ എത്തിക്കുന്നത്. ഗ്രാമങ്ങളിലെ സംസ്കാരങ്ങളും ആധുനിക കാലഘട്ടത്തിലെ ചിന്തയും കാഴ്ചപ്പാടിലൂടെയും ആ സംസ്കാരം നഷ്ടമാവുന്നതും ഭാഷയിലും ഭക്ഷണത്തിലും മോഡിലും വരുന്ന മാറ്റങ്ങളും ചിത്രങ്ങളിൽ ഷിനോജ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1 വർഷത്തെ പ്രയത്നത്തിലൂടെ യാഥാർത്ഥ്യമായ 30ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കണ്ണൂർ ഏച്ചൂർ സ്വദേശിയായ ഷിനോജ് തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്നും ചിത്രകലയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. നിരവധി പ്രദർശനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഷിനോജിന് കേരള ലളിതകലാ അക്കാദമിയുടെ 2013 സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഡിസംബർ 8 ആരംഭിച്ച പ്രദർശനത്തിന് 14 സമാപനമാകും. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. The handcrafted collection by Kalyan Sarees.
അരയിടത്ത് പാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. രാമകൃഷ്ണ മിഷൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകരെയും ജീവനക്കാരെയും ആദരിച്ചു. 35 പൂർവാധ്യാപകരും 500ഓളം പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഗുരുപ്രണാമം സ്കൂൾ മാനേജർ സ്വാമി വിനിശ്ചിലാനന്ദ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു നൽകിയ ചാരിതാർത്ഥ്യവുമായി വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയവർ ഒരിക്കൽ കൂടി ഒത്തുചേർന്നു. ആദരവിന്റെ നറുപുഷ്പങ്ങൾ ഏറ്റുവാങ്ങാൻ രാമകൃഷ്ണ മിഷൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകരെയും ജീവനക്കാരെയും ആദരിച്ചു. 35 പൂർവാധ്യാപകരും 500ഓളം പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഗുരുപ്രണാമം സ്കൂൾ മാനേജർ സ്വാമി വിനിശ്ചിലാനന്ദ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്കു മുൻപ് അറിവിന്റെ ആദ്യ അക്ഷരങ്ങൾ പകർന്നു നൽകിയ ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ കുഞ്ഞുണ്ണി മാഷിന്റെ സഹോദരി രാധയുമുണ്ടായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ ഒ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഉഷാദേവി, പി വിജയഗോപാലൻ, സംഘടനാ സ്ഥാപക പ്രസിഡന്റ് പി കുമാരൻ, സ്കൂൾ പ്രിൻസിപ്പൽ വി എം പത്മകുമാരി, PTA പ്രസിഡന്റ് പി സി ബാബുരാജ്, PM ഭദ്രാദേവി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി കെ സാജിദ കമാൽ, പ്രസിഡന്റ് MP വിശ്വനാഥൻ, PK ഉണ്ണികൃഷ്ണൻ, PC കുട്ടിയേട്ടൻ രാജ, രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. കളിച്ചും ചിരിച്ചും വൈകല്യങ്ങളെ മറന്ന് അവർ കലയുടെ സർഗ്ഗവഴികളിൽ പൂവിടർത്തി. മനസ്സും ശരീരവും കലയ്ക്കായി സമർപ്പിച്ച് ഭിന്നശേഷിയുള്ള കുട്ടികൾ ഒത്തുചേർന്നപ്പോൾ കാഴ്ചയുടെ നവ്യാനുഭവം പകർന്നു. വേദിയിൽ നിറഞ്ഞും സദസ്സിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചും വൈകല്യങ്ങളെ മറന്നുകൊണ്ട് കുടുംബശ്രീ ബഡ്സ് സ്കൂൾ ജില്ലാ കലോത്സവം വേറിട്ട അനുഭവമായി മാറി. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പുനരധിവാസത്തിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് സാമൂഹിക ക്ഷേമ മന്ത്രി ഡോക്ടർ MK മുനീർ പറഞ്ഞു. ലോക ബുദ്ധിമാന്ദ്യ ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച 4ാമത് ബഡ്സ് സ്കൂൾ ജില്ലാതല കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാവിലുംപാറ, ചോറോട്, ഒഞ്ചിയം, ഏറാമല, വില്യാപ്പള്ളി, കുരുവട്ടൂർ, മാവൂർ, ഫറൂഖ് എന്നീ പഞ്ചായത്തുകളിലെ കുടുംബശ്രീ ബഡ്സ് സ്കൂളുകളിൽ നിന്നുള്ള 300 കുട്ടികളാണ് പങ്കെടുത്തത്. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ P ഉഷാദേവി, കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മഞ്ജുള, MV റംസി ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. PK അസീസ് സ്വാഗതവും ഷൈനി ബാബു നന്ദിയും പറഞ്ഞു. വൈകിട്ട് സമാപന സമ്മേളനം AK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങൾ MLA വിതരണം ചെയ്തു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി, കോഴിക്കോട് സെൻട്രൽ CDS ചെയർപേഴ്സൺ K ബീന, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KC ഹമീദ്, ബഡ്സ് സ്കൂൾ ജില്ലാ ജോയിന്റ് കൺവീനർ മേരി ജോസ് എന്നിവർ സംബന്ധിച്ചു. ബേപ്പൂരിലെ സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മയായ സോഷ്യൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. ഫറൂഖ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ബേപ്പൂർ സൌത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നൽകിയ അനുമോദന യോഗം കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മയായ സോഷ്യൽ മൂവ്മെന്റ് ഓഫ് ബേപ്പൂരിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. ഫറൂഖ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ബേപ്പൂർ സൌത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിനന്ദിക്കുന്ന ചടങ്ങാണ് നടന്നത്. ബേപ്പൂർ അങ്ങാടിയിൽ നടന്ന അനുമോദന യോഗം കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മൂവ്മെന്റ് ഓഫ് ബേപ്പൂർ പ്രസിഡന്റ് സജിത് P അധ്യക്ഷത വഹിച്ചു.
കോർപ്പറേഷൻ കൌൺസിലർ ടി ഹസൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. देशभक्तिगान श्रीहरी टी देशभक्तिगान संघगान ഹബീബ് ഷാ, സൌത്ത് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ശോഭന മണി, ബേപ്പൂർ GLPS പ്രധാനാധ്യാപിക KP ലക്ഷ്മി, TK അബ്ദുൽ ഗഫൂർ, M മുഹമ്മദ് കോയ, വാസപ്പൻ മാസ്റ്റർ, അബ്ദുൽ നാസർ, B കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ, സിദ്ദിഖ് M തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജലപദ്ധതിയുടെ വിതരണക്കുഴൽ പൊട്ടി മാറാട് സാഗര സരണിയിൽ കുടിവെള്ളം പാഴാകുന്നു. ലിറ്റർ കണക്കിന് ശുദ്ധജലമാണ് വിതരണ സമയങ്ങളിൽ റോഡിൽ ഒഴുകുന്നത്. ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിച്ചിട്ടും കാര്യമായ നടപടിയുണ്ടായില്ല. കഴിഞ്ഞ ദിവസമാണ് കപ്പച്ചാൽ വയൽ റോഡിനു സമീപത്തെ പൊതുപൈപ്പിന്റെ അടിഭാഗം വാഹനമിടിച്ചു പൊട്ടിയത്. ഇക്കാര്യം അധികൃതരെ അറിയിച്ചിട്ടും നന്നാക്കാൻ നടപടിയുണ്ടായില്ല. ഇതിനാൽ വെള്ളം പരന്ന് റോഡിൽ കെട്ടിക്കിടക്കുകയാണ്. മാറാട് ജലപദ്ധതിയുടെ വാട്ടർ ടാങ്ക് സംഭരണിയിൽ നിന്നും ജലം വിതരണം ചെയ്യുന്ന പൈപ്പാണ് പൊട്ടിയത്. വിതരണം താറുമാറായതോടെ കപ്പച്ചാൽ വയൽ, മുത്താച്ചുകുളം പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാതെയായി. പൊട്ടിയ പൈപ്പിലൂടെ മാലിന്യം കയറി വെള്ളം കുടിക്കാൻ പറ്റാതാകുമെന്ന് ജനങ്ങൾ ആശങ്കപ്പെടുന്നു. ചോർച്ച മൂലം ശുദ്ധജല ദൌർലഭ്യത ഏറിയതോടെ ജനം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇനി മണ്ഡലകാല വിശേഷങ്ങളിലേക്ക്. ബേപ്പൂർ അരക്കിണർ ശ്രീ അയ്യപ്പക്ഷേത്രം മണ്ഡല മഹോത്സവം 2013 നവംബർ 16 മുതൽ ഡിസംബർ 26 വരെ നടക്കുകയാണ്. ബ്രഹ്മശ്രീ പാതിരിശ്ശേരി ശ്രീകുമാർ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഡിസംബർ 3 കൊടിയേറ്റത്തോടുകൂടിയാണ് മഹോത്സവം ആരംഭിച്ചത്. ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷ പൂജകൾ, അഭിഷേകങ്ങൾ, ശനീശ്വര പൂജ, പറയെടുപ്പ്, തായമ്പക, താലപ്പൊലിയോടും വാദ്യമേളങ്ങളോടും കൂടിയ എഴുന്നള്ളത്ത്, ആറാട്ട്, പ്രസാദഊട്ട് എന്നിവയും നടക്കുന്നു. 16 നിർമ്മാല്യ ദർശനം, ഉഷപൂജ, അഷ്ടദ്രവ്യക്കൂട്ട്, മഹാഗണപതി ഹോം എന്നിവയോടുകൂടിയാണ് മണ്ഡലമാസ ആഘോഷങ്ങൾ ആരംഭിച്ചത്. ഉത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങിൽ ശ്രീധരൻ, തറയിൽ രാധാകൃഷ്ണൻ, ചെറുകുറ്റി മോഹനൻദാസ്, തേവരുപറമ്പിൽ ചന്ദ്രൻ, മനയിൽ അച്യുതൻ വൈദ്യർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടന്നുവരുന്നത്. ഡിസംബർ 8 ആറാട്ടോടുകൂടി മഹോത്സവം സമാപിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. നാടകരചയിതാവും സംവിധായകനും നടനുമായിരുന്ന കായലാട്ടി രവീന്ദ്രന്റെ സ്മരണയ്ക്കായി കായലാട്ടി രവീന്ദ്രൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നാടക പ്രതിഭ അവാർഡ് പ്രമുഖ നാടക, ടെലിവിഷൻ, സിനിമാ നടൻ ചേമഞ്ചേരി നാരായണൻ നാർക്ക് നൽകും. കായലാട്ടി രവീന്ദ്രന്റെ 1ാം ചരമവാർഷിക ദിനമായ ഡിസംബർ 22 കൊയിലാണ്ടിയിൽ CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് പ്രശസ്ത സംവിധായകൻ കമൽ അവാർഡ് സമ്മാനിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലയാള സംസ്കൃതിയുടെ നാലപ്പാട്ട് ബാലാമണിയമ്മ പുരസ്കാരവും കുഞ്ഞുണ്ണി പുരസ്കാരവും പ്രഖ്യാപിച്ചു. കവിതയ്ക്കുള്ള ബാലാമണിയമ്മ പുരസ്കാരം സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിലെ 1ാം വർഷ BA വിദ്യാർത്ഥിനി ഡെൽന നിവേദിതയ്ക്കാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായുള്ള കുഞ്ഞുണ്ണി പുരസ്കാരം കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ശിവാനി കൃഷ്ണയ്ക്ക് നൽകും. ജ്ഞാനപീഠ ജേതാവ് MT വാസുദേവൻ നായർ ഡിസംബർ 11 വൈകിട്ട് 5 മണിക്ക് അളകാവൂരിൽ ചേരുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമർപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചക്കിട്ടപ്പാറ ഇരുമ്പയർ ഖനനം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി സോഷ്യലിസ്റ്റ് യുവജനതയുടെ കലക്ടറേറ്റ് ധർണ. MLA KK ലതികയുടെ ജയിൽ സന്ദർശനം വിവാദത്തിലേക്ക്. സന്ദർശനത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ജയിൽ അധികൃതർ. കുരുന്നുകളുടെ പ്രതിഭ തെളിയിക്കാനായി നഴ്സറി കലോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. മാറ്റുരയ്ക്കുന്നത് 2000 കുരുന്നുകൾ. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.